മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയായിരുന്നു ജാനകിയമ്മയുടെ ഏകമകൻ്റെ മരണവാർത്ത. മുരളി എന്ന താരത്തിൻ്റെ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു. അതോടൊപ്പം ഗായക ലോകത്തിന് തന്നെ വലിയ ഒരു അപ്രതീക്ഷിത വിടവാങ്ങലായിരുന്നു മുരളിയുടെ വിടവാങ്ങൽ. ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ശ്വേതാ മോഹൻ. സുജാത മോഹനും ശ്വേതാ മോഹനുമായി കുടുംബപരമായി തന്നെ വളരെയധികം അടുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ച് എത്തിയിരിക്കുന്നതും. വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ടാണ് എഴുതി തീർത്തിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല ഇത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹവും ഞാനും തമ്മിൽ ഒരു റെക്കോർഡിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. ആ റെക്കോർഡിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോഴും വളരെയധികം കൂളായി നേരിടുന്നൊരു മനുഷ്യനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു മരണം സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാനില്ലെങ്കിൽ എന്ന് അദ്ദേഹം എപ്പോഴും സംസാരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിലക്കുമെങ്കിലും അദ്ദേഹം അത് കാര്യമാക്കാറില്ല. പക്ഷേ അതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം വേഗം പോയി. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടും വളരെ കളിച്ചു ചിരിച്ചു നിന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ചെറിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഉപ്പമുള്ളവർക്കാണ് ഇപ്പോൾ വളരെയധികം പ്രശ്നമായി മാറുന്നത്. എല്ലാവരും ഈ വാർത്ത കണ്ട് വേദനിക്കുകയാണ് എന്ന് തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നും പറയാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രമാണ് പ്രേക്ഷകർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനും കേൾക്കാനും ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകളോട് പ്രേക്ഷകർ സമീപനം കാണിക്കുന്നതും. എസ് ജാനകിയമ്മയുടെ മകൻ്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു. ഒന്നുപോലും വിടാതെ പ്രേക്ഷകർ എല്ലാവരും ഇന്നലെ കണ്ടുകൊണ്ടിരുന്നു. വളരെ ദുഃഖം തോന്നിയൊരു വാർത്തയാണ്. ജാനകിയമ്മയ്ക്ക് മറ്റാരെങ്കിലും ഇല്ല എന്നുള്ളൊരു വേദനയാണ് എല്ലാവർക്കും പരന്നെത്തിയത്. ജാനകിയമ്മയോടൊപ്പം എപ്പോഴും നിഴലായി നിൽക്കുന്ന മകനാണ്. അമ്മ എവിടെ പോയാലും കൂടെ ഉണ്ടാകും, ഒരു ബോഡി ഗാർഡിനെ പോലെ. ഒരുപക്ഷെ പലരും ഇന്നലെ ആയിരിക്കാം അറിഞ്ഞത് അത് ജാനകിയമ്മയുടെ മകനാണ് എന്ന വിവരം. പല പ്രേക്ഷകരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇത് മാറുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതി കൂടി ഇത് പിടിച്ചു പറ്റുന്നു. ശേഷം തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്ന വാർത്തയെ പോലെ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുന്നതും വളരെയധികം സ്നേഹമായി തോന്നുന്നുവെന്നും പറയുന്നു. ആരാധകരുടെ പ്രീതി അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം വേണ്ടപ്പെട്ടത് തന്നെയാണ്. ഓരോ തവണയും അത്തരത്തിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കാനും പറ്റുന്നുണ്ട്. ഒരു തവണ മാത്രമല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ജാനകിയമ്മയുടെ മകൻ്റെ വാർത്ത അങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. വളരെയധികം വിഷമിക്കുന്ന ഒരു വാർത്ത, അതാണ് പങ്കുവെച്ചെത്തുന്നതും. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് കേൾക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അത് കേട്ടപ്പോൾ തന്നെ സങ്കടം തോന്നി. പിന്നീട് ഓരോ വാർത്തകളായി കേൾക്കുമ്പോൾ ഇത്തരത്തിലൊരു താരം ജീവിച്ചിരുന്നതായി അഭിമാനിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ ഓരോ പ്രേക്ഷകരും. മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് സങ്കടമായിരുന്നു. അതുപോലെ തന്നെയാണ് ഓരോ പ്രേക്ഷകരും വളരെയധികം ദുഃഖത്തോടെയാണ് ഈ വാർത്ത കണ്ടതെന്നുകൂടി നമ്മൾ വിശദീകരിച്ചേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.